ലോകത്തെ മുഴുവനും ഭയപ്പെടുത്തിയാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഇന്നേ വരെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു രാജ്യത്തിനും ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കെൽപ്പ് അമേരിക്ക ഉണ്ടാക്കി കൊടുക്കത്തില്ല, ഒരു രാജ്യത്തിനും. അത് അവരുടെ പോളിസിയുടെ ഭാഗമാണ്. അമേരിക്കയുടെ മിഷൻ, അതായത് അവരുമായിട്ടുള്ള സ്ട്രാറ്റജിക് മിഷൻ, അതിനെപ്പറ്റി പല ആൾക്കാരും എഴുതിയ പല പുസ്തകങ്ങളുണ്ട്. അമേരിക്കൻസ് തന്നെയാണ്. അവരുടെ കീ പോസ്റ്റിൽ, അമേരിക്കയുടെ കീ പോസ്റ്റിൽ നിന്ന് പല സീനിയർ ആയിട്ടുള്ള ക്യാബിനറ്റ് റാങ്ക് ഉള്ളവരും അവരുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും അവരുടെ ഡിഫൻസ് സെക്രട്ടറിയും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അമേരിക്കൻ പോളിസിയെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരാൾക്കാരെ സഹായിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും. പക്ഷെ അമേരിക്കയുടെ അടിമയായിട്ട് മുന്നോട്ട് പോകണം. ഇത് അമേരിക്കയുടെ തിയറിയാണ്. അത് ട്രംപ് അല്ല, ബൈഡൻ അല്ല, ഒബാമയല്ല, ക്ലിൻ്റൺ അല്ല, ആര് വന്നാലും അവർ ആ പോളിസിയിൽ നിന്ന് മാറില്ല. അവർക്ക് കുറച്ചെങ്കിലും ഈ സമയത്ത് പേടിയുള്ള ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് റഷ്യ അല്ല, ചൈന മാത്രമേ ഉള്ളൂ. കാരണം ചൈന അവരെ ചലഞ്ച് ചെയ്യുമോ എന്നുള്ള ഭയം. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ന്യൂസ് ശരിക്കും അനലൈസ് ചെയ്യുമ്പോഴും മനസ്സിലാകും. ഇപ്പം ഇന്ത്യ അമേരിക്ക ഈ വ്യാപാര യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം എസ്കലേറ്റ് ചെയ്തു. അമേരിക്കൻ മീഡിയ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല.